നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ വാശിയേറിയ പോരാട്ടം നടക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് 51, NDAക്ക് 34, UDFന് 10 സീറ്റുകൾ എന്നിങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ മത്സരം നടക്കുക BJPയും CPMഉം തമ്മിലായിരിക്കും. 34-ൽ നിന്ന് 51-ൽ എത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 34 സീറ്റുകൾ നേടി മുഖ്യ പ്രതിപക്ഷമായി മാറിയ BJPക്ക് ഇത്തവണ ഭരണം പിടിക്കുക എന്നുള്ളത് സീറ്റെണ്ണം കൂട്ടുക എന്നതിലുപരി രാഷ്ട്രീയമായ ഒരു സുവർണാവസരം കൂടിയാണ്. വർഷങ്ങളായി കേരളത്തിന്റെ പ്രാദേശിക ഭരണത്തിൽ ഇടത് വലതു മുന്നണികൾ മാറി മാറി അധികാരത്തിലെത്തിയിട്ടും അടിസ്ഥാനപരമായ പല വിഷയങ്ങളിലും നഗരങ്ങളും ഗ്രാമങ്ങളും സ്തംഭനാവസ്ഥയിലാണ്. നിലവിലെ LDF ഭരണത്തിനെതിരായ ശക്തമായ ജനവികാരം നഗരത്തിലെ പല വാർഡുകളിലും നിലനിൽക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം, റോഡ് വികസനം, കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങളിലെ ഭരണപരമായ പരാജയം BJPക്ക് അനുകൂലമായ വോട്ടായി മാറും. ഇതിനു പുറമെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ള ആരോപണങ്ങളും BJPക്ക് അനുകൂലമായി മാറും. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി ഭരണപരമായ പരിചയമില്ലായ്മയിലേക്ക് വഴിമാറി. പ്രധാന ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചകൾ വരുത്തി. നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പൂർണ്ണ പരാജയമായിരുന്നു മേയർ. സ്മാർട്ട് റോഡ് പദ്ധതിയെക്കുറിച്ച് കൊട്ടിഘോഷിച്ച് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ഏത് റോഡാണ് സ്മാർട്ട് എന്ന് ജനം ചോദിക്കേണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ. നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ തുടരുക, വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ മേയർ ആര്യ രാജേന്ദ്രന് സാധിച്ചില്ല. മേയറുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് കരാർ നിയമനത്തിനായി കത്ത് നൽകിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇതിനു പുറമെ KSRTC ബസ് ഡ്രൈവർ യദുവുമായി റോഡിൽ വെച്ചുണ്ടായ തർക്കങ്ങൾ ആര്യക്കെതിരെ ജനവികാരം ഉയരുന്നതിന് കാരണമായി. ഇത് മേയർ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ആയിട്ടാണ് ജനം കണ്ടത്. യുവ മേയറെ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് സമീപിക്കാൻ സാധിക്കുന്നില്ലെന്നും കോർപ്പറേഷൻ ഓഫീസിൽ പരാതികളുമായി വരുന്നവർക്ക് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്നുമൊക്കെ ആക്ഷേപമുണ്ടായിരുന്നു. CPMന് പോലും വേണ്ടാതായ മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്ന ആക്ഷേപം ഉൾപ്പെടെ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന് മത്സരിക്കാൻ CPM സീറ്റ് കൊടുക്കാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമായി മാറിയ പ്രാദേശിക ഭരണകൂടങ്ങളെ മാറ്റി നിർത്തി വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു രാഷ്ട്രീയ സമീപനം അനിവാര്യമായ ഘട്ടമാണിത്. ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിന് മുന്നിൽ ഒരു പുതിയ രാഷ്ട്രീയ സാധ്യത തുറന്നിടുകയാണ്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനും സാംസ്കാരിക കേന്ദ്രമായ തൃശൂരും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാലിന്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളിൽ നിലവിലെ ഭരണസമിതി വൻ പരാജയമായിരുന്നു. തൃശൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് ദേശീയ തലത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമാണ്. BJPയുടെ ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നത് രണ്ട് ശക്തരായ നേതാക്കളാണ്. തലസ്ഥാന നഗരിയുടെ വികസനത്തിനായി മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വലിയ പ്രതീക്ഷയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും രാജീവ് ചന്ദ്രശേഖറിന്റെ നഗരവികസനത്തിലുള്ള ദീർഘവീക്ഷണവും ഒന്നിക്കുമ്പോൾ തിരുവനന്തപുരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമെന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ സജീവമായ ഇടപെടൽ തലസ്ഥാന നഗരിയിൽ BJPയുടെ പ്രചാരണത്തിന് ദേശീയ മാനം നൽകുന്നതാണ്. കേന്ദ്ര ഫണ്ടുകൾ ഉറപ്പുവരുത്താൻ കോർപ്പറേഷൻ ഭരണം അനിവാര്യമാണെന്ന വാദം BJP ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. BJP കൂടുതൽ യുവാക്കളെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കുന്നത് നിലവിലുള്ള ഭരണസമിതിയുടെ പഴയ ശൈലിക്കെതിരെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കും. അതുപോലെ തൃശൂരിന്റെ ജനമനസ്സുകളിൽ ഇടം നേടിയ സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷനിൽ BJPക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ പ്രാപ്തനാണ്. നേതാക്കളുടെ സാന്നിധ്യം പ്രാദേശിക വിഷയങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നൽകാൻ സഹായിക്കും. BJP മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ പ്രധാന ഘടകങ്ങൾ വ്യക്തമാണ്. ഏറ്റവും പ്രധാനം മോദി ഗ്യാരണ്ടി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഇനി മുതൽ ഇടനിലക്കാരില്ലാതെ, അഴിമതിക്കാരില്ലാതെ നേരിട്ട് പ്രാദേശിക വികസനത്തിനായി വിനിയോഗിക്കപ്പെടും. റോഡ് നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുദ്ധജല വിതരണം, ഭവന പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യക്ഷമമായും വേഗത്തിലും നടപ്പിലാക്കാൻ ഇത് സഹായിക്കും. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രാദേശിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഡിജിറ്റലൈസ് ചെയ്യുമെന്ന ഉറപ്പും BJP നൽകുന്നുണ്ട്. ഇടതു വലതു മുന്നണികളുടെ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ മനം മടുത്ത കേരളത്തിലെ വോട്ടർമാർ വികസനം മാത്രമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന BJPക്ക് ഒരു അവസരം നൽകാൻ തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPക്ക് അധികാരം നൽകുന്നതിലൂടെ മാത്രമേ കേരളത്തിലെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ.
തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശൂരിലും ഉൾപ്പെടെ BJPക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസന ഭാവിക്ക് വേണ്ടിയുള്ള നിർണായകമായ ഒരു ചുവടുവെപ്പാകും എന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.